നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാനല്ല പറയുന്നത്, എനിക്ക് ഞാൻ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഐ മീൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ റിയാക്ഷൻസ് അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. നന്നായിരുന്നു കേട്ടോ, എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടോ? നമ്മള് ഇഷ്ടപ്പെട്ടോ പടം? കോമഡിയാണോ പടം? നൈസ് മൂവി, നല്ലോണം എൻജോയ് ചെയ്തു. അടിപൊളി മൂവിയാണ്, നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. മസ്റ്റ് വാച്ച്. ആക്ടിങ് എല്ലാവരുടെയും സോ കൂൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്, വളരെ നല്ലതായിരുന്നു. അതേപോലെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഇന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ മകളുടെ പടമായതുകൊണ്ട് ഞാൻ പറയുകയല്ല, ഞാനിന്ന് 5th ടൈമാണ് ഈ പടം. ഒരു മുഷിപ്പില്ലാതെ എൻ്റെ മഴവിൽക്കാവിടെയും അതേമാതിരി തന്നെ സമ്മറിമ്പത്തിലേക്കും ഒക്കെ ഞാൻ കാണുന്ന അതേ എൻജോയ്മെൻറ്റിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഒരു സിമ്പിൾ കഥയാണെങ്കിലും ഒരു വലിയ ക്യാൻവസിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അത് ഒരു ഒരു ഗ്രൂപ്പായിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമയാണ്, ലൈറ്റ് സിനിമ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ദ്രേട്ടനെ കൊണ്ട് ഒരു ഫുൾ ലെങ്ത് ഹ്യൂമർ ക്യാരക്ടർ ചെയ്യിക്കാൻ സാധിച്ചത്. വളരെ നന്നായിരുന്നു. വളരെ പ്ലസന്റ് ആയിട്ടുള്ള മൂവി. ഇന്ദ്രജിത്തിന്റെ അവരുടെ ബാക്കിയുള്ളവർക്ക് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ അടിപൊളിയല്ലേ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫാമിലി മൂവി, എല്ലാവരും വാച്ച് ചെയ്യണം. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫാമിലി മൂവി, കുട്ടികളിലൊക്കെ പോകാൻ പറ്റിയ മൂവിയാണ്. നല്ലൊരു ടീമിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു എഫേർട്ടാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഫൈനലി തിയേറ്ററിലെ പ്രിവ്യൂവിൽ നിന്ന് കിട്ടുന്നുണ്ട്, ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈനർ, ഏത് ജോണറാണ് നമ്മൾ പറയുന്നത് ആ ജോണറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു സിനിമയാണ്. കുടുംബങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ വരേണ്ടത്, വന്ന് ആസ്വദിക്കേണ്ടത്. ബാക്കി അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക. താങ്ക് യു. സോങ്സ് ഒക്കെ തന്നെ അടുത്ത മൈൽ സ്റ്റോണാണ് വ്യത്യാസമാണ്. വിത്ത് ഫാമിലി എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഫൺ എൻ്റർടൈനർ നല്ല മൂവിയാണ്. നമ്മുടെ ഇന്ദ്രേട്ടന് സീരീസ് കഥാപാത്രങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഹ്യൂമർ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഈ സിനിമയിലോട് മാർക്കും ഇന്ദ്രേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ കണ്ട് കുറച്ച് നാളായി. അപ്പം ആ രീതിയിൽ അദ്ദേഹം വീണ്ടും ഒരു പഴയ ഇന്ദ്രേട്ടനൊക്കെ തിരിച്ചു കണ്ട ഒരു സന്തോഷമുണ്ട് ഓൺ സ്ക്രീനിൽ. എല്ലാവരും തന്നെ, എല്ലാ ആക്ടേഴ്സും തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പാർട്ടുകൾ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനേക്കാളും എനിക്കിഷ്ടമായി. ഇപ്പം ഓഡിയൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, നല്ലൊരു എങ്ങനെയുണ്ട് ഇന്ദ്രേട്ടന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. നമ്മളോടുള്ള എക്സ്പീരിയൻസ് ഗെയിമായിരുന്നു. എനിക്ക് ഇത് വളരെ നല്ല ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അത്യാവശ്യം നല്ലൊരു റോള് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷമായി. പിന്നെ ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിരുന്നു. ഫീൽ ഗുഡ്. എല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്ക് ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്നത് സിനിമയായിട്ട് തോന്നിയത്. പിന്നെ ഞാനെന്താ ഇപ്പോൾ പറയാം, ഞാനതിൽ അഭിനയിച്ചല്ലേ, നിങ്ങളല്ലേ പറയണ്ടേ. ശരിക്കും പ്രഷറായിട്ട് വന്നപ്പോൾ എക്സൈറ്റഡ് ആവുന്നല്ല, ശരിക്കും തോന്നിയിടത്തെല്ലാം പ്രഷർ തിരിച്ച് അങ്ങനെ ചിരിച്ചിട്ടുണ്ട്. കുറേ അവസാനത്തെ പോർഷൻസൊക്കെ വിചാരിച്ച പോലെ തന്നെ വർക്കൗട്ടായിരുന്നു. ഫീൽ ഗുഡ് മൂവി, ഫാമിലി ഡ്രാമ, കോമഡി ഉണ്ട്. എല്ലാവരും ആ ഗ്രൂപ്പായിട്ട് 4 പേരും ഭയങ്കര രസമായിട്ട് അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ ആഗ്രഹിച്ചിരുന്ന തരം ഒരു കഥാപാത്രമാണ് എന്ന് അപ്പോഴേ ഇന്ദ്രേട്ടൻ പറഞ്ഞു. വളരെ സന്തോഷം. ഇന്ദ്രേട്ടനൊക്കെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സീരീസ് ആയിട്ടുള്ള ഇന്ദ്രേട്ടനൊക്കെ ഹ്യൂമർ ആയിട്ടുള്ള ഇന്ദ്രേട്ടനെ നമ്മൾ മിസ് ചെയ്തിരുന്നു. ഈ സിനിമയിലുള്ള പെർഫോമൻസ് ആണ് വളരെ സിമ്പിളായിട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് നല്ല രസമുണ്ട്. ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോകാവുന്ന നല്ല സിനിമയല്ല, ഇത് വളരെ നല്ല സിനിമയാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. വളരെ ഒരു പോസിറ്റീവ് വൈബ് തരുന്നൊരു സിനിമയാണ്. എല്ലാവരും മികച്ച പെർഫോമൻസാണ്. ഇന്ദ്രജിത്തും ശ്രുതിയും വിൻസിയും സർജാനും എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോമൻസ് ഉണ്ട്. അതിഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ്. എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ അതിൻ്റെ ഒരു അണ്ടർലൈൻ എന്ന് പറയുന്ന ചില സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അവരൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, എങ്കിലും രസമായിട്ടുള്ള സിനിമയാണ്. ഇന്ദ്രേട്ടൻ അടിപൊളി, ഭയങ്കര റിയലിസ്റ്റിക്കുമാണ്, ഫണ്ണുമാണ്. എല്ലാവരും ടോട്ടലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ഓഡിയൻസിന് പടം നന്നായിട്ട് വർക്കാവും, കാരണം കുറേ കാര്യങ്ങൾ ഫാമിലി റിലേറ്റഡ്, നമുക്ക് റിലേറ്റബിൾ ആണ് കഥ ഭയങ്കരമായിട്ട്. പ്രൗഡ്ലി സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനത്തോടുകൂടി പറയാൻ എൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ഞാൻ വാർത്തെടുത്തെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ നല്ല ഹാപ്പിയായി. എല്ലാവർക്കും ഈ പടം ഇഷ്ടാവുമെന്ന് വിചാരിക്കണം. പേര് പോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും തിരിച്ചു കിട്ടിയിരുന്ന സിനിമ കൂടിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഫീൽ ഗുഡായിട്ടുള്ള, കുടുംബ പ്രേക്ഷകർ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. ഈ
സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് അടിപൊളിയായിരുന്നു. ഐ മീൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.